നമുക്ക് മുൻപരിചയങ്ങളൊന്നും ഇല്ലാണ്ട് ലൈഫിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളെ ഒഴിച്ചുകൂടാനാവാത്ത അത്രയും ബോണ്ടിങ്ങിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ, പ്രഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന. അതേപോലെ എനിക്ക് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫന്മാർ. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ സ്വഭാവമുള്ള ആൾക്കാരാണ്. എല്ലാവരും ഒരേ ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ടും കുറച്ചധികം നല്ല ബോണ്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരാളെ വീട്ടിലിങ്ങനെ കൂടാറുണ്ട്. ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കും, അല്ല ഓർഡർ ചെയ്ത് കഴിക്കും, അങ്ങനെയെല്ലാമാണ്. അപ്പോൾ നമ്മളിന്ന് നാടൻ ചോറും കറികളെല്ലാം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ എല്ലാവരും ഓരോ കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് അവിടുന്ന് ചോറെല്ലാം കഴിച്ച്, പിന്നെ നമ്മൾ രാത്രിക്കേക്കുള്ള ഫുഡ് ചില ടൈമിൽ നമ്മൾ ഓർഡർ ചെയ്യും, ചില ടൈമിൽ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് നമ്മൾ എയർ ഫ്രയറിൽ നമുക്ക് അൽഫാമാക്കുക, പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ബ്രെഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ചിക്കനെല്ലാം നല്ല ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ മസാലയെല്ലാം നല്ലോണം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ നമ്മളൊന്ന് എയർ ഫ്രയറിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ചോറ് ബാക്കി വന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി യമനി ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിലല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരവും കളിയും ചിരിയും തമാശയും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമ്മളൊരു ഹാപ്പി മൊമെൻറ്റ് അതിലേക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹസ്ബൻഡുമാരും വരുത്തില്ല കേട്ടോ. അവർ പറയും നിങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ചോ. അവരതായിട്ടുള്ള ആ ഒരു ഇതിൽ അവരെല്ലാവരും കൂടി അങ്ങനെ പോകും. നമ്മളതായിട്ടുള്ള കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഇങ്ങനെ ഒന്നിച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കും.